പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIOS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIOS +2 എക്കണോമിക്സിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ആണ്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിലും തുടർന്നുള്ള ബാച്ചിലും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ഇനി പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫോളോ ചെയ്യേണ്ടത്. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഇനി ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആദ്യം നമുക്ക് കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ 2 മാർക്കിൻ്റെ, 3 മാർക്കിൻ്റെ, 4 മാർക്കിൻ്റെ, 5 മാർക്കിൻ്റെ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 മാർക്കിൻ്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസറും ആണ് അവതരിപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലായിരിക്കും, ആൻസർ മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ എഴുതാം. നമുക്ക് 100 മാർക്കിൻ്റെ പരീക്ഷയാണ്, അതിൽ 20 മാർക്ക് അസൈൻമെൻ്റ് ആണ്. ബാക്കി 80 മാർക്ക് എഴുത്ത് പരീക്ഷയാണ്. ആ 80ൻ്റെ 33% 26 മാർക്ക് എഴുതി പാസ്സാണ്. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ 100-ൽ 33 മാർക്ക് തന്നെ എഴുതി പാസ്സാകേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. 23ാമത്തെ ക്വസ്റ്റ്യൻസാണ് 2 മാർക്കിൻ്റെ. ഞാൻ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്തിക്കാണ്. റൈറ്റ് ഡൗൺ ദി ഫോർമുല, ഇങ്ങനെ ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. റൈറ്റ് ഡൗൺ ദി ഫോർമുല സിമ്പിൾ ആഗ്രിഗേറ്റ് ആൻഡ് പ്രൈസ് റിലേറ്റീവ് ആണ്, കാൽക്കുലേറ്റ് ഇൻഡെക്സ് നമ്പർ ആണ്. ഇത് നമ്മൾ എക്കണോമിക്സിന്റെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അതിൽ വരുന്നതാണ്. ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പല മെത്തേഡുകളുണ്ട്. അതിലുള്ളതാണ് ഒന്ന് സിമ്പിൾ ആഗ്രിഗേറ്റവും അതേപോലെ തന്നെ പ്രൈസ് റിലേറ്റീവും. ഇതിന്റെ രണ്ടിന്റെയും ഇക്വേഷൻ എഴുതാനാണ് പറയുന്നത്. ആ ഇക്വേഷൻ ഞാൻ എഴുതി ഇവിടെ കാണിക്കുന്നുണ്ട്. സിമ്പിൾ ആഗ്രിഗേറ്റീവിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് നമ്പർ P01 എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് നമ്പർ ആണ്. ഇൻഡെക്സ് നമ്പർ ഈക്വൽ ടു സിഗ്മ P1 ഡിവൈഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100 ആണ്. P1 എന്ന് പറയുന്നത് നമുക്ക് പുതിയ പ്രൈസാണ് എടുക്കേണ്ടത്. 2 വർഷത്തെ പ്രൈസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ പുതിയ പ്രൈസാണ് P1. P0 എന്ന് പറഞ്ഞാൽ പഴയ വർഷത്തെ പ്രൈസാണ് കേട്ടോ. അപ്പോൾ ലേറ്റസ്റ്റ് ഇയർ നമ്മൾ P1 പ്രൈസ് എടുക്കണം. മുമ്പത്തെ വർഷത്തുള്ളത് കറണ്ട് ഇയറും ബേസ് ഇയറും ആണ്. കറണ്ട് ഇയർ ആണ് P1 ബേസ് ഇയർ ആണ് P0. ആ രീതിയിൽ എടുക്കണം. ഇൻറ്റു 100 ആണ്. ഇതേപോലെ തന്നെ സിമ്പിൾ ആഗ്രിഗേറ്റ് ഓഫ് പ്രൈസ് റിലേറ്റീവ് എങ്ങനെ കാണുന്നുള്ളത് സിഗ്മ P1 ഡിവൈഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100. ആ കിട്ടിയ ആൻസറിനെ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഐറ്റം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഇത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഡ്രോ PPC കർവാണ് ആൻഡ് ഷോ ഗ്രോത്ത് ഓഫ് റിസോഴ്സ് അണ്ടർ യൂട്ടിലൈസേഷൻ റിസോഴ്സസ് സെയിം കർവാണ്. PPC എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ്. ഇത് നമുക്ക് 1ാമത്തെ പുസ്തകത്തിലുണ്ട്. ഉൽപാദനവുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിൽ വരുന്നുണ്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ എക്കണോമിക്സിന്റെ ഫസ്റ്റ് ഭാഗത്ത് കാണിക്കുന്നുണ്ട്. അതിൽ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ വളർച്ചയും കാണിക്കണം. അണ്ടർ യൂട്ടിലൈസേഷൻ റിസോഴ്സ്, ആ കർവിൽ തന്നെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസും കാണിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. 2 ഐറ്റംസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ബട്ടർ, ഒന്ന് ഗണ്ണ്, ഇങ്ങനെ 2 ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ 2 ഐറ്റംസിൽ നമ്മൾ സാധാരണ ഫസ്റ്റ് ഇതുണ്ടോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരുന്നത് നമ്മൾ സാധാരണ മുകളിൽ നിന്ന് താഴോട്ടാണ് വരുന്നത്, ചേരിഞ്ഞിട്ടാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഗ്രോത്ത് കാണുന്നത്. ഈ രീതിയിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. തിരിച്ചിട്ടാണെങ്കിൽ നമുക്ക് എന്താണ് ആരോമാർക്ക് തിരിച്ചിട്ടാണെങ്കിൽ അവിടെ അണ്ടർ യൂട്ടിലൈസേഷൻ ആണ് വരുന്നത്. ഓക്കെ, റിസോഴ്സസ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം, കംപ്ലീറ്റ് ദി മിസ്സിംഗ് ഓഫ് ഡാറ്റ PPC ഷെഡ്യൂൾ ആൻഡ് ആൾസോ മെൻഷൻ ദി ഫോർമുല ഓഫ് MR. മിസ്സിംഗ് ഡാറ്റ ഇതിൽ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. ഓക്കെ, മിസ്സിംഗ് ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ഗണ്ണ് തന്നിട്ടുണ്ട്, ബട്ടറും തന്നിട്ടുണ്ട് യൂണിറ്റിൽ. MRT നമുക്ക് ഫസ്റ്റ് എപ്പോഴും 0 തന്നെ ആയിരിക്കും, മാർജിന് റവന്യൂ ഇതിൻ്റെ ഇത് വരുന്നത്. പിന്നെ 1, 2, 3 അതിൽ നമുക്ക് ഗണ്ണിൻ്റെ D മിസ്സിംഗ് ആണ്. ഫസ്റ്റ് 16, 14, 12 പിന്നെ അവിടെ മിസ്സിംഗ് ആണ്. ആ മിസ്സിങ് കണ്ടുപിടിക്കാനുള്ള ഐഡിയ എന്താ വെച്ചാൽ MRT നോക്കുക, MRTയുടെ വ്യത്യാസം നോക്കുക. ഫസ്റ്റ് 0 ആണ്, പിന്നെ 1 ആണ്, പിന്നെ 2 ആണ്, പിന്നെ 3 ആണ്. ഓക്കെ, അപ്പം നമുക്ക് ആ ബിയും സിയും കണ്ടോ, ഗണ്ണിൽ ബിയും സിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എത്രയാണ്? 2 ആണ്. ഓക്കെ, 2 ആണ് വരുന്നത്. ബിയും സിയും തമ്മിലുള്ള വ്യത്യാസം 2 ആണ് വരുന്നത്. അതേപോലെ തന്നെ സിയും ഡിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എത്ര വരുന്നത്? അത് കിട്ടിയിട്ടില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഇത് 2 ആണെങ്കിൽ നമുക്ക് അതിൽ MRT നിൽക്കുന്ന 3 ആണ്. 3 വ്യത്യാസമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, MRTയിൽ 3 ആണ്, അത് ഡിയിൽ കാണുന്നത്. അപ്പോൾ ഏകദേശം 12 3 കുറക്കാം.
ഓക്കെ, ഗണ്ണിന്ന് 12 3 വർഷം 9 അവിടെ വരിക. ഇതേപോലെ MRT നോക്കുക, 1 2 3, അടുത്തത് 4 കേട്ടോ. ആ 4 കിട്ടാൻ കാരണം എന്താണ്? നമുക്ക് ഡിയിൽ 9ഉം അതേപോലെ തന്നെ ഇയിൽ 5ഉം തമ്മിലുള്ള വ്യത്യാസം 9 - 5, അങ്ങനെയാണ് നമുക്ക് 4 വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. എക്സ്പ്ലെയിൻ ദി സ്റ്റെപ്പ് ഫോർ കാൽക്കുലേറ്റിംഗ് ദി മീഡിയൻ കണ്ടിന്യൂസ് സീരീസ്. ഇത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗത്ത് വരുന്നത്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ വരുന്നതാണ്. അതിൽ മീൻ, മീഡിയം, മോഡ് ഉണ്ട്. അതിൽ മീഡിയത്തിന്റെ കണ്ടിന്യൂസ് സീരീസിന്റെ ഇക്വേഷൻ സ്റ്റെപ്പുകൾ എന്തൊക്കെയാന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് CF ആണ്, കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? അസർട്ടൈൻ ദി n/2th ഐറ്റംസ് ആണ്. n എന്ന് പറയുന്നത് നമുക്ക് മൊത്തം എത്ര എന്നുള്ളത്, എഫിന്റെ ടോട്ടലാണ് n എന്ന് പറയുന്നത്. ടോട്ടൽ എഫ് എത്രയെന്ന് നോക്കുക, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ n/2th കിട്ടും. ഫൈൻഡ് ഔട്ട് CF ആണ്, കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുകയാണ്. n/2 കറസ്പോണ്ട് ക്ലാസ് ഫ്രീക്വൻസി. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് രണ്ടാമത്തെ കോളം ഫ്രീക്വൻസിയാണ്. ആ ഫ്രീക്വൻസി ഇങ്ങനെ കൂട്ടി കൂട്ടി പോകുന്നത്, ആഡ് ചെയ്ത് പോകുന്നതാണ് കുമുലേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്രീക്വൻസി 2 ആണെങ്കിൽ 2 അതേപോലെ ഇടും. അടുത്ത ഫ്രീക്വൻസി 3 ആണ്, 2 3 പ്ലസ് ചെയ്ത് എത്ര 5 ആണ്. അപ്പോൾ അതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. പിന്നെ അടുത്ത ഫ്രീക്വൻസി 3 ആണെങ്കിൽ 5 3 പ്ലസ് ചെയ്യുക, അപ്പോൾ 8. അങ്ങനെ ഓരോ കുമുലേറ്റീവ് ഫ്രീക്വൻസി കൂടെ ഫ്രീക്വൻസി ആഡ് ചെയ്ത് ഇങ്ങനെ പോകണം. ഇനി അതല്ലെങ്കിൽ അതേപോലെ തന്നെ അപ്ലൈ ദി ഫോർമുല. അതിനുശേഷം നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യണം. L1 മീഡിയ L1 പ്ലസ് n/2 മൈനസ് CF ഡിവൈഡ് F ഇൻറ്റു I ആണ്. L1 എന്നാണ് ലോവർ ലിമിറ്റ് ഓഫ് ക്ലാസ് ആണ്. n/2 എന്ന് പറയുമ്പോൾ ടോട്ടൽ എഫിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. CF എന്ന് പറഞ്ഞാൽ കുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. നമ്മൾ ക്ലാസ് ഇന്റർവൽ സെലക്ട് കുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. I എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇന്റർവെല്ലാണ്. ഇനി ഇത് അറിയാത്തവർ മോഡിന്റെ സ്റ്റെപ്പ് എഴുതാനും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ മോഡ് കണ്ടുപിടിക്കുന്നത് ഡിറ്റർമിൻ ദി മോഡൽ ക്ലാസ് ആണ്, വിച്ച് ആസ് മാക്സിമം ഫ്രീക്വൻസി ഉള്ള മോഡൽ ക്ലാസ്. അപ്പോൾ മാക്സിമം ഫ്രീക്വൻസി ഏതാണെന്ന് നോക്കുക, അതിൽ നേരെയുള്ള മോഡൽ ക്ലാസ് സെലക്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യണം. L1 പ്ലസ് F1 മൈനസ് F0 ഡിവൈഡഡ് ടു F1 മൈനസ് F0 ഇൻറ്റു F2 ഇൻറ്റു I ആണ്. L1 എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ആണ്. F1 എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയാണ്. F0 എന്ന് പറഞ്ഞാൽ പ്രിസീഡും തൊട്ട് മുമ്പുള്ള ഫ്രീക്വൻസിയാണ്. പിന്നെ F2 എന്ന് പറഞ്ഞാൽ സക്സീഡും ശേഷമുള്ള ഫ്രീക്വൻസിയാണ്. I എന്ന് പറയുന്നത് ക്ലാസ് ഇന്റർവെല്ലാണ്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഡ്രോ ഡയഗ്രാം ടു ഷോ ദി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡും യൂണിറ്ററി ഇൻഇലാസ്റ്റിക് ഡിമാൻഡും. ഇത് രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നുണ്ട്. പെർഫെക്റ്റും യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ കർവ് നമ്മൾ വരക്കണം. പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈസിംഗിൽ എന്ത് മാറ്റം ഉണ്ടെങ്കിലും ഡിമാൻഡിൽ മാറ്റം വരാതെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇതാണ്. ഓക്കെ, ഡിമാൻഡ് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻ ആണ് എന്ത് പറയുന്നത്, ഇത് വരുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ യൂണിറ്റ് ഇലാസ്റ്റിസിന് രണ്ടും ഒരേ ചേഞ്ച് വരികയാണ്. കണ്ടോ, നമുക്ക് കണ്ടോ ഒരേ പേഴ്സൺ. ഇപ്പൊ ഇവിടെ നിന്നുള്ള ഡിഫറൻസ് ആണ് 20 നിന്ന് 30ലേക്കുള്ള ഡിഫറൻസും 20 നിന്നുള്ള 40ലേക്കുള്ള ആ ഡിഗ്രി ഓഫ് ചേഞ്ചസ് ഒരേപോലെയാണ്. 20 നിന്നുള്ള 30ലേക്കുള്ള വ്യത്യാസവും 20 നിന്ന് 40ലേക്കുള്ള ശതമാനം ഒരേപോലെ ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് സെയിം ഡിഗ്രി ഓഫ് ചേഞ്ചസ് ആണ് പ്രൈസിലും, സെയിം ഡിഗ്രി ഓഫ് ചേഞ്ചസ് ഡിമാൻഡിലും ആണെങ്കിൽ അതിനാണ് യൂണിറ്റ് ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. അതിന്റെ കർവിന്റെ ചിത്രം നമ്മൾ വരക്കണം. ഓക്കെ, ഇത്രയാണ് നമ്മൾ വരുന്നത്. ഇനി ബാക്കി 2 മാർക്കിന്റെ അടുത്ത വീഡിയോസിൽ അവതരിപ്പിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.